തെക്കുവടക്ക് മലയാളത്തിലെ ആധുനിക കഥാകാരന്മാരിൽ ശ്രദ്ധേയനായ എസ് ഹരീഷ് എഴുതി പ്രേംശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് തെക്കുവടക്ക്. വിനായകനും സുരാജ് വെഞ്ഞാറമൂടും ആണ് തെക്കുവടക്ക് എന്ന ചിത്രത്തിൽ ലീഡ് റോളുകൾ ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ വിനീത് വിശ്വം, മെറിൻ ജോസ്, മെൽവിൻ, കോട്ടയം രമേശ് തുടങ്ങിയവരും തെക്കുവടക്കിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. സാം CS ആണ് ചിത്രത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രണ്ടു വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും പകയുടെയും തീരാത്ത കഥയാണ് ചിത്രം പറയുന്നത്. അവരുടെ മുൻഗാമികൾ തുടർന്നു വന്ന വഴക്ക് അവരും തുടർന്നു പോകുന്നതായി ചിത്രത്തിൽ കാണിക്കുന്നു. ടൈറ്റിൽ എഴുതി വരുന്നത് തന്നെ രസകരമായി തോന്നി. സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവവും സിനിമയുടെ കഥയുടെ സ്വഭാവവും എത്തരത്തിൽ ആയിരിക്കുമെന്ന് ടൈറ്റിൽ വരുന്ന സമയങ്ങളിൽ തന്നെ പ്രേക്ഷകന് മനസ്സിലാവുന്നു. അതിലൊക്കെ രസകരമായ എന്തൊക്കെയോ സംഗതികൾ ഉണ്ടായിരുന്ന ഫീൽ കിട്ടി. മാധവനായി വിനായകനും ശങ്കുണ്ണിയായി സുരാജ് വെഞ്ഞാറമൂടുമാണ് വേഷമിട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈഗോയുടെയും വാശിയുടെയും ഒക്കെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കഥയാണ് തെക്കുവടക്ക്. വളരെ രസകരമായാണ് എസ് ഹരീഷും പ്രേമും ഈ ചിത്രം വെള്ളിത്തിരയിലേക്ക് പകർത്തിയിരിക്കുന്നത്. വിനായകനും സുരാജ് വെഞ്ഞാറമൂടും വൃത്തിയായി അവരുടെ റോളുകൾ ചെയ്തിട്ടുമുണ്ട്. കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജും സംസാരവും മറ്റു മാനറിസങ്ങളും വിനായകനും സുരാജും അതിഗംഭീരമായും രസകരമായും ചെയ്തുവെന്ന് തന്നെ തോന്നി. ഹാസ്യം നിറച്ചുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ഓരോ രംഗവും പോകുന്നത്. അയ്യപ്പനും കോശിയും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും പോലെ വളരെ സീരിയസ് ആയി നീങ്ങുന്ന ഈഗോ ക്ലാഷ് കഥയല്ല ചിത്രത്തിലേത്. മറിച്ച് നർമ്മത്തിലൂടെയാണ് മാധവൻ്റെയും ശങ്കുണ്ണിയുടെയും യുദ്ധങ്ങൾ സംവിധായകൻ വരച്ചു കാട്ടുന്നത്. ടൈമിങ്ങിന് നല്ല പ്രാധാന്യം ഓരോ സീനിലും കാണുവാൻ കഴിയും. അത് സുരാജും വിനായകനും തമ്മിലായാലും അവരും അടുത്ത ജനറേഷനിൽ വരുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ടൈമിംഗ് ആണെങ്കിലും വളരെ കൃത്യമായി തന്നെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു ചെയ്ത പോലെ തന്നെ തോന്നി. അതൊക്കെ നന്നായി വന്നു. 60 കഴിഞ്ഞ വൃദ്ധന്മാരുടെ റോളുകളാണ് വിനായകനും സുരാജും ചെയ്തത്. എങ്കിലും മറ്റു സിനിമകളിൽ അവർ ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും വരാതെയാണ് ഇവിടെ അവർ ഈ രണ്ടു ക്യാരക്ടേഴ്സും ചെയ്തത് എന്ന് തോന്നി. ആത്മഗതമായി പറയുന്ന സംഭാഷണങ്ങളും മറ്റു കോമഡി രംഗങ്ങളും അടിപൊളിയായി തന്നെ ഇരുവരും ചെയ്തെന്നും തോന്നി. ഹാസ്യത്തിലൂടെയാണ് കഥ പറയുന്നത് എങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന മിക്ക സംഭവങ്ങളെയും മാർക്ക് ചെയ്തുകൊണ്ടും കൂടിയാണ് സിനിമ മുമ്പോട്ട് പോയിരുന്നത്. രാഷ്ട്രീയം, യുവത്വം, ലഹരി തുടങ്ങി എല്ലാ ഘടകങ്ങളെയും ആക്ഷേപഹാസ്യപരമായി ചിത്രം ടച്ച് ചെയ്ത് നീങ്ങുന്നുണ്ടായിരുന്നു. പടത്തിൻ്റെ ഒന്നാം പകുതിയിലാണ് കോമഡിയുടെ 80% ഉള്ളത് എന്ന് തന്നെ പറയാം. രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ആസ്വാദനത്തിന് ചെറിയ രീതിയിൽ ഒരു കോട്ടം തട്ടുന്നതായി തോന്നി. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. കോടതിയിൽ കയറുന്നതിനെക്കുറിച്ച് സുരാജ് പറയുന്ന സംഭാഷണവും അയാൾ അതിൽ കണ്ടെത്തുന്ന ലഹരിയും ഒക്കെ വ്യത്യസ്തമായും ചിരി പടർത്തുന്നതായി തോന്നി. വിനായകൻ്റെ പ്രത്യേക സ്വഭാവവും നിയമങ്ങൾ അനുസരിക്കുന്ന ശീലവും അയാളുടെ സംസാര രീതിയും കീഴ്വഴക്കങ്ങളും മെൽവിനുമായുള്ള കോമ്പിനേഷൻ രംഗങ്ങളും ഭംഗിയുള്ളതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിരിക്കാൻ വകയുള്ളതും ആയിരുന്നു. ഒന്നാം പകുതിയിൽ ഭൂരിഭാഗ രംഗങ്ങളിലും പ്രേക്ഷകർ സിനിമയ്ക്കൊപ്പം മതിമറന്നു പോകുന്നതായി തിയേറ്ററിൽ നിന്നും അനുഭവപ്പെട്ടു. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ പടം കുറച്ച് സൈലൻ്റ് ആകുന്ന ഫീൽ വന്നു. എന്നാലും നല്ല പഞ്ചോടെ ഉള്ള ഒരു ക്ലൈമാക്സ് ഇട്ടുകൊണ്ട് പടം ഫുൾ സ്റ്റോപ്പും ഇട്ടുവെന്ന് പറയാം. ആകെ വിലയിരുത്തിയാൽ ആക്ഷേപഹാസ്യ രൂപത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന വിനായകനും സുരാജും കിട്ടിയ പണത്തിന് വൃത്തിയായി പ്രൊഫഷണലായി പണിയെടുത്തിരിക്കുന്ന അച്ചടക്കത്തോടെയും മിതത്വത്തോടെയും എഴുതിയും സംവിധാനം ചെയ്തും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് തെക്കുവടക്ക്. സാറ്റിസ്ഫൈഡ് ആണ്, എൻജോയ് ചെയ്തു. 100-ൽ ഒരു 75 സ്കോർ കൊടുക്കാം.